നമസ്കാരം. ഈ കാലത്ത് ജനങ്ങളെ മൊബിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചലിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശകലന വിധേയമാക്കാൻ ശ്രമിക്കുകയാണ് ഞാനിവിടെ. ക്ഷേമ പദ്ധതികളോ വികസന പദ്ധതികളോ ഈ തെരഞ്ഞെടുപ്പ് സംവാദ മണ്ഡലത്തിൽ കാര്യമായ വിഷയങ്ങളെ അല്ലായിരുന്നു. കാരണം ഇതെല്ലാം തന്നെ ജനങ്ങളുടെ അവകാശമാണ് എന്നൊരു ബോധം ഇൻസ്റ്റിങ്ക്റ്റായിട്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതുതരം ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയാലും എന്തു തരം വികസന പദ്ധതികൾ നടപ്പിലാക്കിയാലും അവനെ ചലിപ്പിക്കുന്ന ഒരു ഘടകമായി ഇതൊന്നും മാറുന്നില്ല. അതെന്തുകൊണ്ടാണ്? കാര്യങ്ങളെയൊക്കെ വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു ബൗദ്ധികത മനുഷ്യർക്കുണ്ടാവണം. നമ്മളതിനെ കോഫി ടേബിൾ ഡിസ്കഷൻസ് എന്നൊക്കെ പലപ്പോഴും പറയും. എന്നാൽ അത്തരം സംവാദ മണ്ഡലങ്ങൾക്കൊന്നും സാധ്യതയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആളുകളെ മൊബിലൈസ് ചെയ്യുന്നത് ചില കമാൻഡുകളാണ്. ജനക്കൂട്ടം ഒരു സോഫ്റ്റ്വെയർ പോലെയാണ്. ആ സോഫ്റ്റ്വെയറിനെ ചലിപ്പിക്കുന്ന ചില കമാൻഡുകളാണ് ജനങ്ങളെ ചലിപ്പിക്കുന്നത്. ആ കമാൻഡുകളാണ് പ്രൊപ്പഗൻഡകൾ എന്ന് പറയുന്നത്. അപ്പം ചില പ്രത്യേക കോണിൽ നിന്ന് അടിച്ചു വിടപ്പെടുന്ന പ്രൊപ്പഗൻഡകൾക്ക് ജനങ്ങളെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആസാമിൽ ഹിമന്ത് വിശ്വ ശർമ്മ എന്ന അതിതീവ്ര ഹിന്ദുത്വം പറയുന്ന അയാൾക്ക് ഭരണ തുടർച്ച കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വാദികളൊന്നും ദേശീയ വിരുദ്ധരും എന്നുള്ള ഒരു സെഗ്രിഗേഷൻ, അത്തരം സെഗ്രിഗേഷനെ മുൻനിർത്തിയിട്ടുള്ള ചില കമാൻഡുകളും ചില പ്രൊപ്പഗൻഡകളും. അപ്പം അവിടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഈ ഒരു ദ്വന്ദ്വത്തെ മുൻനിർത്തിയാണ് നടപ്പിലാകുന്നത്. അപ്പോൾ അവിടെ കുടിയേറ്റക്കാരെ പുറംതള്ളുക എന്നുള്ളതാണ് അവിടുത്തെ ആ വംശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ അവിടെ പെരുമാറുന്നത്. ഇപ്പം ആയിരക്കണക്കിന് വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് തന്നെ അവകാശപ്പെടാവുന്നതാണ് പലതും. ഇപ്പം നാഷണൽ ഹൈവേ വികസനം പോലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് അവകാശപ്പെടാവുന്നതാണ്. എന്നാൽ അത്തരം പദ്ധതികളെക്കുറിച്ചുള്ള പ്രൊജക്ഷൻ അല്ല സത്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയും രാഷ്ട്രീയ പാർട്ടിയെയും സംസ്ഥാനങ്ങൾ വിജയിപ്പിക്കുന്നത്. മറിച്ച് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇത്തരം ഐഡിയാസാണ്, ആശയങ്ങളെ അധിഷ്ഠിതമായ പ്രൊപ്പഗൻഡകളും. ആ പ്രൊപ്പഗൻഡകൾ ജനക്കൂട്ടം എന്ന സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സംഘപരിവാറിന് അനുകൂലമായിട്ട് ജനങ്ങൾ മൊബിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചത് അതാണ്. ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ചില പ്രത്യേക പ്രൊപ്പഗൻഡകൾ അടിച്ചുവിടുക. കേരള സർക്കാർ സംഘി സർക്കാരാണ്, ഒരു പ്രൊപ്പഗൻഡയാണ്. ആ പ്രൊപ്പഗൻഡയെ സ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പല പല യുക്തികൾ നിരത്തുക. ഇപ്പോൾ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയ നരേന്ദ്രമോദിയെ കണ്ടാൽ BJP സംഘി CPM ബന്ധമായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ആയിട്ട് ചർച്ച നടത്തിയാൽ സംഘീബന്ധമായി. ഇതൊക്കെ എന്താണ്? ഈ പ്രൊപ്പഗൻഡയെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാപിക്കാനെടുക്കുന്ന യുക്തികളാണ്. ഇപ്പോൾ പൊതുവെ മനനം ചെയ്യുക എന്നുള്ള പ്രക്രിയ ഇപ്പോൾ അതിശക്തമല്ലാത്തത് കൊണ്ട് ഇത്തരം പ്രൊപ്പഗൻഡകളിൽ ആളുകൾ വീഴുന്നുണ്ട്, പുതിയ തലമുറ വീഴുന്നുണ്ട്. കാരണം ഇതിനെ ഭരിക്കുന്നത് ഇമോഷണലായിട്ടുള്ള വൈകാരികമായ ഒരു തലമാണ്, വൈചാരികമായ തലമല്ല. ഒരു പ്രൊപ്പഗൻഡകളും വിജയിക്കുന്നത് വിചാര തലത്തിലല്ല, വൈകാരിക തലത്തിലാണ്.
പ്രത്യേകിച്ച് ഇസ്ലാമിക പൊളിറ്റിക്സിൻ്റെ ഒരടിസ്ഥാനം തന്നെ വൈകാരികതയാണ്. അതിനൊരു വിചാരപരതയില്ല. നിങ്ങൾക്ക് ഒരു ഇസ്ലാമിസ്റ്റുമായിട്ട് വിചാരതലത്തിൽ ഒരു സംവാദം സാധ്യമാകില്ല. അയാൾക്ക് അഹിതമായ ഒരു വാദഗതി വന്നാൽ അയാൾ പൊട്ടിത്തെറും. കാരണം അതിനെ ഭരിക്കുന്നത്, അല്ലെ ഇത്തരം മത സെന്റിമെന്റ്സുകളെ ഭരിക്കുന്നത് അതിൻ്റെ വൈകാരിക തലം മാത്രമാണ്. കാരണം വിചാരതലത്തിൽ പലപ്പോഴും മതങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാവില്ല. യുക്തിഭദ്രമായിട്ട് നിങ്ങൾക്ക് ഒരു മതത്തെ സ്ഥാപിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൈകാരിക ഫ്ലേവറിനെ കൊണ്ട് മതത്തിൻ്റെ അല്ലെ മത താല്പര്യങ്ങളെ അല്ലെ മതരാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ കഴിയും. ഇത്തരം പ്രൊപ്പഗൻഡകൾക്ക് പ്രസ്തുത സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ ഈ കോഫി ടേബിൾ ചർച്ചകൾക്കോ അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലൂടെ ഒരു യുക്തിയെ സ്ഥാപിക്കുന്നതിനോ ഈ കാലത്ത് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണ്, പമ്പര വിഡ്ഢികളാണ്. നാട്ടിൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്. ജനക്ഷേമ നടപടികൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്. നിങ്ങൾ ഭരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത എവിടെയുണ്ട്? ജനതയ്ക്ക് അങ്ങനെയാണ് ശീലം, ഭരിക്കപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ ചോയ്സിനെ കുറിച്ചോ അവരൊരു ഭരണത്തെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചോ അതൊന്നും അത്ര, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ സ്ഥാപിക്കുന്നതിലൊന്നും ജനങ്ങളത്ര ജാഗ്രവത്തായിട്ടുള്ള ഒരു വിഭാഗമല്ല സമൂഹം. ഇങ്ങനെ ചില കൃത്യമായ ഇന്ധനങ്ങളിൽ ചലിക്കപ്പെടുക എന്നുള്ളതാണ്. ചില കോണുകളിൽ അവരെ നിയന്ത്രിക്കുന്ന ശക്തികളാൽ ചലിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് സ്വന്തം കാര്യങ്ങൾ വിശ്ലേഷണം നടത്തി, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശ്ലേഷണം നടത്തി ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ള സമയവും സാവകാശവും ഭൗതികതയും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഭൗതികതയൊന്നുമില്ല. കാരണം ഈ ഭൗതികത എന്നുള്ളത് ചില കേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണ്. ആ കേന്ദ്രങ്ങൾ മാത്രമാണ് ഭൗതികമായി പ്രവർത്തിക്കുന്നത്. ഈ കമാൻഡുകൾ കൊടുക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമാണ് ഭൗതികമായി പ്രവർത്തിക്കുന്നത്. അത് അനുസരിക്കുന്ന ജനത ഭൗതികമായി പ്രവർത്തിക്കുന്ന ഒന്നല്ല. അതൊരു സോഫ്റ്റ്വെയർ ചരിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ആളുകളെ മൊബിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ചില പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസം പാടെ ഉപേക്ഷിക്കേണ്ട കാലമാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾ ഹൃദയപൂർവം എന്നൊരു പദ്ധതി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതി ആദ്യ ദിവസം അതെന്തായിരിക്കും? ഒരു ആകർഷകമായ പദ്ധതിയായിരിക്കും. രണ്ടാമത്തെ ദിവസം തൊട്ട് അത് അവകാശമാണ്. ഉച്ചഭക്ഷണം തങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ഒരു അവകാശം പോലെ മാറിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യം DYFI എന്നുള്ളൊരു സംഘടനയ്ക്ക് ഉണ്ടാവാൻ പോകുന്നില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അത് സ്ഥാപിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഇതല്ല രാഷ്ട്രീയ, ഈ ചാരിറ്റി പ്രവർത്തനമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് DYFI പോലുള്ള സമര പോരാട്ട ചരിത്രമുള്ള യുവജന സംഘടനകൾ മനസ്സിലാക്കണം. ഇതൊന്നും ജനങ്ങളെ ചലിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രക്രിയ അല്ല. ജനങ്ങളെ അജിറ്റേഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ജനങ്ങളെ ചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള ആ രൂപത്തിലുള്ള പ്രൊപ്പഗൻഡാസ് ബിൽട്ടപ്പ് ചെയ്യുക എന്നുള്ളതാണ് DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനനുസരിച്ച് ജനങ്ങളെ, യുവാക്കളെ ചലിപ്പിക്കുക, കാലികമായ പ്രൊപ്പഗൻഡകൾ ഉണ്ടാക്കുക, കാലികമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് യുവാക്കളെ ചലിപ്പിക്കുക.
അല്ലാതെ ഒരു സന്നദ്ധ സേവനം എന്നുള്ളൊരു സംഭവം അത് രാഷ്ട്രീയമേ അല്ല. ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർ സംഭാവന കൊടുത്തിട്ടാണ് വയനാട്ടിൽ ടൗൺഷിപ്പ് ഉയർന്നു വന്നത്. പക്ഷെ ആ ടൗൺഷിപ്പിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ അവകാശമാണ്. അല്ലാതെ എൻ്റെ അർപ്പണം അവിടെ ചർച്ച ചെയ്യപ്പെടില്ല ഒരിക്കലും. ഞാൻ എൻ്റെ അർപ്പണ പ്രകാരമാണ് ഞാൻ ഇത്ര പൈസ കൊടുത്തത് എന്നുള്ളത് അവിടെ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ല. അല്ലെ നൂറുകണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ രാഷ്ട്രീയ മാനവിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം കൊടുത്തത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടില്ല. അവിടെ കുടിയേറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ അവകാശം പോലെയാണ്, അയാളുടെ അവകാശമാണ്. അപ്പം ഇതൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, വോട്ടായോ രാഷ്ട്രീയപരമായോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് ഗുണകരമായി മാറില്ല. അല്ലെങ്കിൽ ഇതൊന്നും ജനങ്ങളെ ചലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയല്ല. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതല്ല, നിങ്ങൾ വീടുകൾ കൊടുക്കുന്ന ഒന്നും എന്തല്ല, ജനങ്ങളെ ചലിപ്പിക്കാൻ പര്യാപ്തമായ രാഷ്ട്രീയ പ്രക്രിയയല്ല. അതിലേറെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറേ പ്രൊപ്പഗൻഡകൾ, അവർ സംഘികളാണ്, ഇവർ ജിഹാദികളാണ് എന്നൊക്കെ അടിച്ചു വിട്ടു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് പരസ്പരം അറിയാത്ത ആളെ പോലും നിങ്ങളുടെ മുന്നണിയിൽ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയും. കാലം മാറുന്നുണ്ട്. ജനങ്ങളെ ചലിപ്പിക്കുന്ന രാഷ്ട്രതന്ത്ര നീതികളും രീതികളും ഒക്കെ മാറുന്നുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് ഈ കാലത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അനുയോജ്യമായ കാര്യമാണ്. UDF സംവിധാനം അത് വളരെ ഭംഗിയായി മനസ്സിലാക്കിയ ഒന്നാണ്. അവർക്ക് അതിനെ പ്രൊഫഷണലായിട്ട് സുനിൽ കനകോലുവിനെ പോലെ ഒരു പ്രൊഫഷണൽ ഇലക്ട്രൽ മാനേജറുടെ സേവനം അവർക്ക് ലഭിക്കുകയുണ്ടായി. അയാൾ ഭംഗിയായി അത് ചെയ്തു. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മൗദൂദി ബുദ്ധിജീവികളുടെ നിർലോഭമായ സേവനം UDF സംവിധാനത്തിന് ലഭിക്കുകയുണ്ടായി. അവരുടെ എല്ലാ മാധ്യമങ്ങളും അവരുടെ സംഘടനാ രൂപങ്ങളും ഈ ഒരു പ്രൊപ്പഗൻഡ രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ട് അവർ കൃത്യമായി പ്രവർത്തിച്ചു. ഇതിൻ്റെയൊക്കെ ഗുണഫലമാണ് UDFന് കിട്ടിയ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ നടത്തിയ വികസനങ്ങളോ ജനക്ഷേമ പ്രവർത്തനങ്ങളോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമോ 5 ലക്ഷം ലൈഫ് പദ്ധതി വീടുകളോ ഒന്നും ഒരു ചർച്ചാ വിഷയമല്ല. ഇതാണ് ഈ പ്രൊപ്പഗൻഡാസാണ് ഈ കാലത്ത് രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നത്, ജനങ്ങളെ ചലിപ്പിക്കുന്നത്. ഓക്കെ.